നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ ദേശീയ പതാകയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിരന്തരം അധിക്ഷേപിച്ച പ്രവാസി മലയാളി ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന ആൽബിൻ മാത്യു അമേരിക്കയിൽ പിടിയിലായതായി റിപ്പോർട്ട്. മതിയായ രേഖകളില്ലാതെ US-ൽ തങ്ങുന്ന വിദേശികളെ കണ്ടെത്തുന്ന അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ IC വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 25-നാണ് ഇയാൾ പിടിയിലായത്. നിലവിൽ ജയിലിൽ കഴിയുന്ന ആൽബിനെ വൈകാതെ ഇന്ത്യയിലേക്ക് നാടുകടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. US-ലെ സ്വീറ്റ് വാട്ടർ നൗ പോർട്ടലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കാനഡ വഴി അനധികൃതമായിട്ടാണ് ആൽബിൻ അമേരിക്കയിൽ എത്തിയതെന്ന് ഇയാളുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ എത്തിയതിന് പിന്നാലെ US പൗരത്വം ലഭിച്ച രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഫെബ്രുവരിയിൽ പിടിയിലായതോടെ ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിശ്ചലമാണ്. ഫെബ്രുവരി 15-നാണ് ഇയാൾ അവസാനമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയും ദേശീയ ചിഹ്നങ്ങളെയും അങ്ങേയറ്റം അസഭ്യമായ ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്ന ഇയാൾക്കെതിരെ കേരളത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. അമേരിക്കയിലായതിനാൽ ഇയാളെ തൊടാൻ സാധിക്കാതെ നിസ്സഹായരായിരുന്ന കേരള പോലീസിന് നാടുകടത്താനുള്ള US നീക്കം വലിയ പിടിവള്ളിയാകും. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് പകരം അശ്ലീല ഇമോജികൾ നൽകിയും ദേശീയ പ്രതിജ്ഞയെ വികലമാക്കിയും പോസ്റ്റുകൾ ഇട്ടതോടെയാണ് ആൽബിച്ചൻ നിയമക്കുരുക്കിലായത്. ഇന്ത്യ എൻ്റെ രാജ്യമല്ല, ഇന്ത്യക്കാർ എൻ്റെ സഹോദരങ്ങളല്ല എന്ന് തുടങ്ങിയ പരാമർശങ്ങളോടെയുള്ള ഇയാളുടെ പോസ്റ്റുകൾക്കെതിരെ BJP പ്രാദേശിക നേതാവ് അനൂപ് നൽകിയ പരാതിയിൽ ആലുവ എടത്തല പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാനെയും അമേരിക്കയും അനുകൂലിച്ചും ഇന്ത്യയെ ശപിച്ചുകൊണ്ടും നിരവധി വീഡിയോകളും ഇയാൾ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ മത്സരിച്ചെങ്കിലും നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് ഇയാൾക്ക് ലഭിച്ചത്. സ്വന്തം ബൂത്തിൽ പോലും വോട്ട് കിട്ടാത്ത നാണംകെട്ട ചരിത്രവും ഇയാൾക്കുണ്ട്. പിന്നീട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ലീഗ് എന്ന പേരിൽ സംഘടനയുണ്ടാക്കി മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പിന്നീട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിന് പിന്തുണ പ്രഖ്യാപിച്ച് പിന്മാറുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ഇന്ത്യയിൽ വിമാനമിറങ്ങുന്ന നിമിഷം ആൽബിനെക്കാത്ത് കേരള പോലീസ് വിമാനത്താവളത്തിലുണ്ടാകും. ദേശീയ ബഹുമതികളെ അപമാനിച്ചതിനും വിദ്വേഷ പ്രസംഗത്തിനും കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ ഇരുന്ന് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ആൽബിന് ഇനി ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും.